സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന്റെ മതിലിന് പുറത്ത് കുറെ സ്ത്രീകൾ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി രാവും പകലും കുത്തിയിരിക്കുന്നുണ്ട്. വറുതിയുടെയും വിലക്കയറ്റത്തിന്റെയും ഈ കാലത്ത് വെറും 7000 രൂപയുടെ മാസവരുമാനത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, ആ വരുമാനവും മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നവർ, കുഞ്ഞുങ്ങൾ പട്ടിണിയാവാതിരിക്കാനായി അവർ നടത്തുന്ന സമരത്തിൽ മുഴങ്ങുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള മുറവിളിയും നിലവിളികളുമാണ്. എന്നിട്ടും 10 ദിവസമായി അവരുടെ സമരത്തിൽ ഉയർന്ന ആവശ്യങ്ങളെ ഈ സർക്കാർ പരിഗണിച്ചിട്ടില്ല. എന്നാൽ അതിനിടയിലും PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ലക്ഷങ്ങളുടെ വർധന വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിട്ടാതെയും ശമ്പളം മുടങ്ങിയും പാവപ്പെട്ട തൊഴിലാളികൾ കണ്ണീരൊഴുക്കുമ്പോഴാണ് KV തോമസിന്റെ യാത്രാ ഭത്ത ഇരട്ടിയിലധികമാക്കി ഉയർത്താൻ ഇതേ സർക്കാർ ശുപാർശ ചെയ്യുന്നത്. പെൻഷൻ മുടങ്ങിയ അംഗനവാടി ജീവനക്കാർ, സർക്കാർ സഹായം ലഭിക്കാത്ത വൃക്ക രോഗികൾ, വേതനം ലഭിക്കാത്ത സ്കൂൾ പാചക തൊഴിലാളികൾ, വനം വകുപ്പ് വാച്ചർമാർ, ഇങ്ങനെ ഒരുപാട് പേർ, ഈ അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ മുഴുവൻ അതിജീവിക്കാനായി നിലവിളിക്കുമ്പോഴും സർക്കാരിന്റെ പരിഗണന ഉപരിവർഗത്തിന് മാത്രമാവുകയാണോ? ന്യൂസ് ബസ് ചോദിക്കുന്നു. ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന സർക്കാർ കഷ്ടപ്പെടുന്നവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണോ? 11 ദിവസമായില്ലേ ഞങ്ങൾ ഇവിടെ രാപ്പകൽ ഇവിടെ സമരം തുടങ്ങിയിട്ട്. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഞങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. 2.25 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് 1.25 ലക്ഷം രൂപ കൂട്ടിക്കൊടുത്തു. ഈ സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്ന് പറയുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഞങ്ങളെ പരിഗണിച്ചുകൂടാ? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുകയാണ് സർക്കാർ. ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ യാത്രാ ഭത്ത ഇരട്ടിയിലധികം ഉയർത്താനാണുള്ള നീക്കം. പ്രതിവർഷ യാത്രാ ഭത്ത 5 ലക്ഷത്തിൽ നിന്ന് 11.31 ലക്ഷം രൂപയാക്കാനാണ് നിലവിലെ തീരുമാനം. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ പ്ലീഡർ, പ്ലീഡർമാർ എന്നിവരുടെ ശമ്പളമാണ് കൂട്ടിയിട്ടുള്ളത്. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, ഈ 2 കാര്യങ്ങളെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിലുള്ളൊരു വൈരുദ്ധ്യത്തെയാണ്. ഈ പറയുന്ന PSC ചെയർമാനും PSC അംഗങ്ങൾക്കുമൊക്കെ അവർ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് വലുതാണ്. ഞാനൊന്ന് സൂചിപ്പിക്കാം. അത് ഈ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ശമ്പളം, പെൻഷൻ, 1-ാം ക്ലാസ് യാത്രപ്പടി, PA, ഡഫേദാർ, ഡ്രൈവർ, ആശ്രിതർക്ക് അടക്കം ചികിത്സയ്ക്കുള്ള പണം, ചെയർമാനാണെങ്കിൽ കാറും വീടും, ഇത്രയുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ഇവർക്ക് ലക്ഷങ്ങളോളം ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുന്നു. അതിലല്ല പ്രശ്നം. അതേ സമയത്ത് ഈ തെരുവിൽ കിടന്ന് ഈ ആശാവർക്കർമാരുൾപ്പെടെ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ്. ആശാവർക്കർമാരിൽ തീരുന്നതല്ല, സംസ്ഥാനത്ത് അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഒരുപാട് പേർ ഇത്തരത്തിൽ പെൻഷൻ കിട്ടാതെയും ക്ഷേമ പെൻഷൻ മുടങ്ങിയും അവരുടെ ശമ്പളം കിട്ടാതെയും ഒക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലേ റഹീസ്? അതാണ് റോഷ്നി. അടിസ്ഥാന വർഗത്തിന് ഒന്നുമില്ല, മധ്യവർഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെയധികം കൂട്ടുന്നു എന്ന വിരോധാഭാസം. ഒരു സമയത്ത് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ്, ക്ഷേമ പെൻഷൻ കൂട്ടാൻ പറ്റില്ല, ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല, സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാൻ പോലുമില്ല എന്ന് പറയുന്നു. മറുവശത്ത് ക്യാബിനറ്റ് തീരുമാനം 1,60,000 രൂപയാണ് PSC അംഗങ്ങൾക്ക് ചെയർമാനൊക്കെ കൂട്ടിയിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. 21 പേരാണുള്ളത്. ഇപ്പോൾ 20 പേരേ ഉള്ളൂ. തമിഴ്നാട്ടിൽ 15 പേരാണുള്ളത്, അതിൻ്റെ 2ാം സ്ഥാനത്തുള്ള സ്ഥലത്ത്. ഒപ്പം സാലറിയും ആ രീതിയിൽ കൂട്ടുന്നു, പെൻഷനും വലിയ തോതിലുള്ള വർധനവ് വരുന്നു. അതിനൊപ്പമാണ് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധി KV തോമസിന് TI ഇനത്തിൽ ഇരട്ടിയിലധികം ശമ്പളം, ഇരട്ടിയിലധികം പൈസ യാത്രാ ഭത്ത ഇനത്തിൽ കൂട്ടാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും എന്തിന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു? 5 ലക്ഷം യാത്രാ ഭത്തയായി കൊടുത്തുകൊണ്ടിരുന്ന ആൾക്ക് 11,31,000 രൂപ എന്തിന് കൊടുക്കണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് 2023 5 ലക്ഷം രൂപ കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ യാത്രാ ചെലവും മറ്റും റെഡിയാക്കി. പക്ഷേ 2024 ആയപ്പോഴേക്കും 6 ലക്ഷം
6,13,000 രൂപ ചിലവായി. ഓക്കെ, 6,13,000 രൂപ ചിലവായി. 1,00,000 സംതിങ് രൂപയാണ് കൂടുതലായത്. അതിന് ഇരട്ടിയിലധികം പൈസ എന്തിന് കൂട്ടുന്നു എന്ന ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതിനാരും ഉത്തരം നൽകിയിട്ടില്ല. പൊതുഭരണ വകുപ്പ് ഫയൽ കൊടുത്തു, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലെത്തി. സാധാരണഗതിയിൽ പൊതുഭരണ വകുപ്പ് ഇത്തരത്തിലൊരു ഫയൽ കൊടുത്താൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ ശമ്പളമാണ്. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശമ്പളം 1,20,000 രൂപയായിരുന്നു. അത് 1.5 ലക്ഷമാക്കി, 30,000 രൂപ ഒറ്റയടിക്ക് കൂട്ടി. സീനിയർ ഗവൺമെൻറ് പ്ലീഡർക്ക് 1,10,000 രൂപയായിരുന്നു ശമ്പളം, അത് 1,40,000 ആക്കി, അവിടെയും കൂടി 30,000. ഗവൺമെൻറ് പ്ലീഡർക്ക് 1 ലക്ഷമായിരുന്നു, അത് 25,000 കൂട്ടി 1,25,000 ആക്കി. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, 2021 ജനുവരി മാസം 1-ാം തീയതി വരെയുള്ള മുൻകാല പ്രാബല്യത്തിലാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് 3 വർഷത്തെ ഈ പൈസ 30,000 രൂപ വെച്ചുള്ളത് അധികം കിട്ടും. 30,000 കൂടിയ ആൾക്ക് 10,80,000 രൂപയാണ് ആ ഇനത്തിൽ മാത്രം കിട്ടാൻ പോകുന്നത്. 25,000 കൂടിയ ആൾക്ക് 9 ലക്ഷം രൂപയും കിട്ടും. ആ സമയത്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സെക്രട്ടേറിയറ്റ് മതിലിന് പുറത്ത് കുറേ പാവപ്പെട്ട മനുഷ്യർ 16 മണിക്കൂറും 14 മണിക്കൂറും ജോലി ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന 70,000 രൂപയും ഒപ്പം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവായ 2,000 രൂപയും കൂട്ടി 9,000 രൂപയ്ക്ക് ജീവിക്കേണ്ടത്. ഏതാണ്ട് 233 രൂപയ്ക്ക് പെർ ഡേ അവർ ജീവിക്കണം. അതിൻ്റെ ഇരട്ടിയിലേറെ പണിയും എടുക്കണം. അവർക്ക് 1 രൂപ കൂട്ടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇവരെ ആരൊക്കെയോ ഇളക്കി വിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നുവെന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നു. 9,000 കിട്ടുന്ന ആളുകൾക്ക് 13,000-ന് മുകളിൽ പല ഇനത്തിലായി പണം കിട്ടുന്നുണ്ട് എന്ന ഒരു കള്ളം ആരോഗ്യമന്ത്രി പറയുന്നുമുണ്ട്. അതാണ് ഈ പറയുന്ന പാവങ്ങൾക്ക് നേരെ എന്തിനാണ് സർക്കാർ കണ്ണടയ്ക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. ഈ PSC ശമ്പള പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ ജനങ്ങളെ പരിഹസിക്കുന്നുവെന്നാണ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. പാവപ്പെട്ട ആശാവർക്കർമാർ തെരുവിൽ സമരം ചെയ്യുമ്പോഴാണ് PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭീമമായ കൊള്ളയാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും കുറ്റപ്പെടുത്തി. പാവപ്പെട്ട ആശാവർക്കർമാർ 12-14 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ 7,000 രൂപയാണ് അവരുടെ ഓണറേറിയം. അതൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട്, അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ PSC ചെയർമാൻ, അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, സ്വന്തം പാർട്ടിക്കാരെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുന്ന ഗവൺമെന്റ് PSC മെമ്പർമാർക്ക് മുൻകാല പ്രാബല്യത്തോടെ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം കൊടുക്കുകയാണ്. പാവപ്പെട്ട ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹായിച്ച ആളുകൾക്ക് 7,000 രൂപയാണ് മാസം. മന്ത്രി ആ ചർച്ചയ്ക്ക് വിളിച്ചു, പക്ഷെ ഒരു തീരുമാനം ഉണ്ടായില്ല. 1 ലക്ഷം രൂപ ശമ്പളം വർദ്ധിപ്പിക്കാൻ എവിടുന്നാ ഇവർക്ക് കാശ്? ഇത്രയധികം പന്നി പറ്റതുപോലെയാണ് കേരളത്തിൽ PSC മെമ്പർമാർ. എന്താ ആവശ്യമുള്ളത്? ഇവിടെ എവിടെ പരീക്ഷ നടക്കും? സകല DYFIക്കാരെയും AYFകാരെയും അവനെയും ഇവനെയൊക്കെ PSC മെമ്പർമാരാക്കി കാറും കൊടുത്ത് ഇപ്പോൾ 1 ലക്ഷം കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊക്കെ കാശുണ്ട്, അതിനൊന്നും കേന്ദ്രത്തിനെ പറ്റി പറയുന്നില്ല. ഇവരെല്ലാവരും ഖജനാവ് കൊള്ളയടിക്കുകയാണ്. ഒരു ഭാഗത്ത് വാരിക്കോരി ശമ്പളം കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ചില കണ്ണീർ കാഴ്ചകളുണ്ട്. ആശാവർക്കർമാർക്കുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും മുഖം തിരിക്കുകയാണ്. ആശാവർക്കർമാർ പ്രതികരിക്കുന്നു, അതൊന്ന് കേൾക്കൂ. മന്ത്രിമാർ തന്നെ അവരുടെ സാലറിയും കൂടുതലല്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് ഇവർ ഈ ആശമാരെ ഇപ്പം അന്ന് ഈ 18 വർഷമായ ആരോഗ്യമല്ല ഞങ്ങൾക്കിപ്പം. ഇപ്പം ഞങ്ങൾ അന്ന് നടന്ന് ശരിക്കും ഞങ്ങളുടെ കാലും കയ്യും എല്ലാ അസ്ഥികളും തേഞ്ഞ് ഈ വെയിലും കൊണ്ട് ഞങ്ങൾ നടന്നു. അപ്പോൾ അതിൽ നിന്നൊരു പ്രതിഫലം ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു 10 രൂപ വായ്പ മേടിച്ചാൽ കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പോഴും നല്ല നേരത്തെ. സർക്കാർ ഉദ്യോഗസ്ഥർക്കും PSCക്കാർക്കും ഒക്കെ ശമ്പളം കൂട്ടി കൊടുക്കാം, പാവപ്പെട്ട ഞങ്ങൾക്കാരും ശമ്പളം കൂട്ടി തരുന്നില്ല. ഞങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 18 വർഷം കഴിഞ്ഞു. PSCക്ക് പൈസ കൊടുക്കാൻ അവർക്കുണ്ട്, കാരണം അവർക്കും അവിടെ അവർ മുതലാളിമാരില്ല, അവർക്ക് കൊടുക്കട്ടെ. പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഇവർ കാണുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ. പക്ഷെ ഞങ്ങൾ സമരത്തിന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇതാണ് ആശാവർക്കർമാരുടെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മഹാസംഗമം നടത്തിയിരുന്നു ആശാവർക്കർമാർ. ഇന്ന് ആദിൽ പാലോട് ചേരുന്നുണ്ട് ആശാവർക്കർമാർക്കൊപ്പം. ആദിൽ, ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെയുള്ള ശമ്പളം അങ്ങ് വർദ്ധിപ്പിക്കുന്നത്. ആ വിവരം ആശാവർക്കർമാർ അറിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു ആദിൽ? ഇതിൽ ഒരു വൈരുദ്ധ്യം അവർക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അവർക്കതിൽ വിഷമമുണ്ടോ? അതിൽ
ഈ പ്രതികരണം നമ്മൾ കേട്ടു റോഷ്നി. പണക്കാർക്കും ഇപ്പോൾ പണമുള്ളവർക്കും എല്ലാം മുതലാളിമാർക്ക് പൈസ കൊടുക്കാൻ, പാർട്ടി നോമിനിമാർക്ക് പൈസ കൊടുക്കാൻ സർക്കാരിന് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ ആരോഗ്യ പ്രവർത്തകർക്ക്, സാധാരണ വീടുകളിൽ കയറി പണിയെടുക്കുന്നവർക്ക് 7,000 രൂപ എന്ന തുച്ഛമായ തുക ഒരു 100, 500, 1000 വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ആരോഗ്യമന്ത്രി ഇവർ ചർച്ച നടത്തിയപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് തനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, ധനവകുപ്പിന്റെയൊക്കെ അനുമതി വേണം, വളരെ പ്രശ്നമാണ് എന്നാണ് അറിയിച്ചത്. പക്ഷേ ഈ PSCക്കാരുടെ കാര്യമെടുത്താൽ അതങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ വളരെ ലളിതമായി ഇത് പരിഹരിച്ചു എന്നതും പ്രധാനമാണ്. അമ്മ എവിടെ നിന്നാ വരുന്നത്? ഉഴവലക്കല്. എന്താ സ്ഥിതി? സ്ഥിതി വളരെ ദയനീയം. കുടുംബം പോറ്റാൻ കഴിയുന്നില്ല. പിന്നെ ഇന്ന് 11 ദിവസം കൊണ്ട് ഇവിടെ രാപ്പകൽ സമരം. അമ്മ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അതെ. PSC അംഗങ്ങൾക്കൊക്കെ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന വാർത്ത കണ്ടോ? കണ്ടു. അത് കണ്ടപ്പോ എന്താ തോന്നി? അപ്പൊ വളരെ സങ്കടം തോന്നി. നമ്മളെ കുട്ടികളും വീട്ടുകാരും വയസ്സായ ആൾക്കാരും എല്ലാം കുടുംബത്തിലുള്ളവരാണ്. അവര് അസുഖങ്ങൾ ബാധിച്ചാൽ ഇതെല്ലാം കളഞ്ഞിട്ട് മാത്രം ശമ്പളം കൂട്ടുന്നു. അതെ, അങ്ങനെ തോന്നി. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? നമ്മൾ ഈ സമരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നവരെ നമ്മളിവിടെ കാണും. PSC അംഗങ്ങൾക്കൊക്കെ വലിയ ശമ്പളം ലക്ഷങ്ങൾ കൊടുത്തപ്പോ നിങ്ങളെ പരിഗണിക്കുന്നില്ല. പരിഗണിക്കുന്നില്ല. നമ്മൾ പരിഗണിക്കുന്നത് നമ്മളെ ഒരു നേട്ടങ്ങൾ, നമ്മൾ ഇത്രയും കിടന്ന് വെയിലത്തും മഴയത്തും കിടന്ന് പാടോട്ട് പണിയെടുത്തിട്ട് നമുക്കൊരു 5 പൈസ അവര് കിട്ടുന്ന ശമ്പളം പോലും നേരെ തരുന്നില്ല. നമ്മൾ PSCക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ശമ്പളമായിട്ട് ഇപ്പൊ കുടിച്ച് എല്ലാ പൈസയും കൊടുത്തത്. നമുക്ക് ഒരു 5 പൈസ പോലും കൂട്ടിത്തരയില്ല, ഉള്ള പൈസ സമയത്തിന് തരുന്നതുമില്ല. പിന്നെ വളരെ വിഷമത്തിലാണ്. ഞാന് കുന്നിക്കോട് വെള്ളക്കുടി പഞ്ചായത്തിലെ കൊല്ലം. ഈ PSCക്കാർക്കൊക്കെ ശമ്പളം കൂട്ടിക്കൊടുത്തത് കണ്ടോ? കണ്ട്. അപ്പൊ ഉമ്മയ്ക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയതെന്ന് പറയുന്നത്, എന്റെ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ 2008 ആശയായിട്ട് കയറുന്നത്. ഞാൻ നാട്ടുകാർക്ക് വേണ്ടി ആരോഗ്യം പങ്കുവെച്ച്, അതായത് നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി ആരോഗ്യം കളഞ്ഞു. പക്ഷെ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടു, സർക്കാർ നോക്കുന്നില്ല. എനിക്കിപ്പോ 57 വയസ്സുണ്ട്. ഞാൻ 62 വയസ്സിൽ എന്നെ ഇറക്കി വിടുമ്പോൾ എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും പെൻഷനും തരണം, ഇറങ്ങുമ്പോ 5 ലക്ഷം രൂപയും തരണം. അതിനാണ് ഞാനിവിടെ രാപകൽ സമരത്തിന് വന്നിരിക്കുന്നത്. എനിക്ക് വരാനുള്ള വണ്ടിക്കൂലി പോലും ഇല്ലാതെ ഞാൻ അയൽ വീട്ടിൽ നിന്നാണ് വാങ്ങിച്ചോണ്ട് വന്നത്. അപ്പൊ ഈ PSCക്കാർക്കൊക്കെ ഇങ്ങനെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന കണ്ടപ്പോ എന്ത് തോന്നി? ആ ഒരു സർക്കാരിന്റെ അങ്ങനെ ഒരു തീരുമാനം എനിക്ക് ഭയങ്കരമായ ഒരു പ്രയാസം തോന്നി. 18 വർഷം ഞാൻ ഇത്രയും കടന്ന് രാപകലില്ലാതെ വെയിലും മഴയും നനഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് രോഗങ്ങളെ അതിജീവിച്ച്, ഈ കോവിഡിനെയും എല്ലാ രോഗങ്ങളെയും അതിജീവിച്ച് ഞാൻ ഈ നടന്നപ്പോൾ, ഞാൻ മാത്രമല്ല ഞങ്ങളെ 26 ആശമാരുണ്ട്. വളരെ കഷ്ടപ്പെടുന്നവർക്ക് കൂലിയില്ല, പക്ഷേ AC റൂമുകളിൽ ഇരിക്കുന്നവർക്ക് കൂലിയുണ്ടെന്നാണ് ഇവിടെ പലരും പറയുന്നത്. AC റൂമിൽ ഇരിക്കുന്നവർക്ക് പൈസ ഉണ്ട്, നമ്മൾ ഈ വെയിലത്തിരിക്കുന്നവർക്ക് പൈസ ഇല്ല. കോവിഡ് കാലത്ത് നമ്മളെ ഉള്ളുവായിരുന്നു. അപ്പൊ ഈ AC ഇരിക്കുന്നവർ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഇവർക്ക് ആശ, ഇപ്പൊ നമുക്ക് കറിവേപ്പില. അതെന്തോ ന്യായം സാർ? ലക്ഷങ്ങളാണ് PSC കൂട്ടിക്കൊടുക്കാൻ തീരുമാനം. നമുക്ക് ആ ലക്ഷം അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി മതി നമുക്കുള്ളത് കിട്ടാൻ. കോടികളൊന്നും നമുക്കുള്ളത് 2 മാസത്തെ ഓണറേറും കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ നമുക്ക് കിട്ടിയില്ല. കഷ്ടമാണ്. നമുക്ക് ഒരു തീരെ നിവർത്തിയില്ല. ശമ്പളം കൂട്ടി ലക്ഷങ്ങൾ കൂട്ടി എന്നൊക്കെ കണ്ടപ്പോ വിഷമം തോന്നി. പിന്നെ വളരെയേറെ വിഷമം. അതിൽ ഒരു കാര്യം അവരോട് ചോദിക്കേണ്ടതാണ്. അതായത് സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഈ 3 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളതിൽ 2 മാസത്തെ കുടിശ്ശിക അത് 19-ാം തീയതി മുതൽ വിതരണം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ആ ചേച്ചി പറയുന്നത് പോലെ ഇന്നിപ്പോ 20-ാം തീയതി അവരുടെ കയ്യിൽ അങ്ങനെ പൈസ എത്തിത്തുടങ്ങിയിട്ടില്ല. ആർക്കെങ്കിലും അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടോ? അതുകൂടി ഒന്ന് ചോദിക്കൂ. പൈസ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ആർക്കും പണം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പൈസ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടും അക്കൗണ്ടിൽ വന്നില്ല. ഇല്ല, മൈനസ് ആണ്. നമുക്ക് വന്നിട്ടേ മൈനസായി കിടക്കാണ്. മൈനസ് ആയിട്ട് കിടക്കണം. മൈനസ് അല്ല, 0 ബാലൻസ്. വണ്ടിക്കൂലി ഇങ്ങോട്ട് വരാനൊക്കെ വണ്ടിക്കൂലി വേറൊരു ചേച്ചി UPSCയിൽ വേറൊരു ചേച്ചി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവർക്ക് പെട്രോൾ അടിക്കാൻ കൊടുക്കണ്ടേ? വീട്ടിൽ കുടുംബവും കുട്ടികളൊക്കെ ചേട്ടനും പപ്പയുണ്ട്. എപ്പോഴും നമുക്കൊന്നും ഒരു ജോലിയുണ്ട്. എപ്പോഴും അവരുടെ കൈ നീട്ടാൻ പറ്റുമോ? അവസ്ഥ എന്താ അമ്മ?
എനിക്കിത് തന്നെയാണ് കടങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ PSC അംഗങ്ങൾക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു 100, 500, 1000 എന്തുകൊണ്ട് കൂട്ടുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതെ, നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ നമുക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം തരേണ്ടത് ഈ ഗവൺമെന്റ്. കാരണം ഇവർ പത്രവാർത്ത വായിക്കുന്നതെല്ലാം നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. അപ്പോൾ അതെല്ലാം വായിച്ച് എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് പറഞ്ഞ് വാങ്ങുമ്പോഴത്തേക്ക് നമ്മളെപ്പോൾ കഷ്ടപ്പെടുന്ന വിലയാണത്. നമ്മുടെ ഈ ചോര നീരാക്കി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇവരെല്ലാം വായിച്ചിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് തരേണ്ട സാലറി അത് എമൗണ്ട് നമുക്കത് തുച്ഛമായ പൈസയാണ്. അത് നമ്മൾ കൂട്ടിത്തങ്ങനെ പറയാം. നമുക്കത് 21,000 വളരെ വലിയ തുകയൊന്നും അല്ല. നമുക്കൊരു 30,000 തന്നാൽ പോലും മുതലാകത്തില്ല. അതായത് ഇവർക്ക് ന്യായമായ പൈസ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വെയിലുകൊണ്ട് നമ്മളിപ്പോ അല്പനേരം നിൽക്കുമ്പോൾ തന്നെ റോഷിനി വലിയ ക്ഷീണവും ബുദ്ധിമുട്ടുമാണ്. ഈ നിർജ്ജലീകരണമൊക്കെ സംഭവിക്കുന്നവരാണ്. ഈ അമ്മമാരും പ്രായമായ സ്ത്രീകളും ഇവിടെ അവർക്ക് ന്യായമായ ആവശ്യം ചോദിച്ചു വന്നിരിക്കുകയാണ്. സാധാരണ ജോലി ചെയ്യുന്ന 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ഇവർക്ക് എന്തുകൊണ്ട് ശമ്പളം നൽകുന്നില്ല എന്ന ചോദ്യമാണ്. PSCക്കാർക്ക് ശമ്പളം കൊടുത്തത് കണ്ടപ്പോ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ചേച്ചിക്ക് എന്താ അഭിപ്രായം? അത് കേട്ടപ്പോൾ വളരെയേറെ സങ്കടം തോന്നി. കാരണം ഞാൻ 16 വർഷം കൊണ്ട് ആശാവർക്കർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ഞങ്ങളെ പോലുള്ള ഈ വെയിലത്തും മഴയൊന്നുമില്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്ത് ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് അത്രയും കൊടുത്ത് അത് ഈ സമര സമയത്ത് തന്നെ അത്രയും അവർക്ക് കൊടുത്ത് ഞങ്ങൾ വളരെയേറെ പ്രതിഷേധമുണ്ട്. ഒരുപാട് വിഷമമുണ്ട് അത് കേട്ടപ്പോൾ. ഞങ്ങളുടെ വിഷമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു തീരുമാനവും കൊണ്ടുവന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പൊ സംശയം. അതായത് വളരെ പ്രധാനമാണത്. ഇവരിങ്ങനെ 7,000 രൂപ ഒരു 500, 1000 കൂട്ടുമോ എന്ന് ചോദിക്കുമ്പോഴാണ് 1000, 10,000 PSC അംഗങ്ങൾക്കും ചെയർമാനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ് എന്നതാണ് ഇവരുടെ നിലപാട്. ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമര പന്തലിലാണ് ഇപ്പോൾ ഇവരുടെ പ്രതികരണവും ഈ സമരവും നമ്മൾ കാണുന്നത്. റോഷ്നി, ശരി. ആദിൽ പാലോടാണ് ആ സമരത്തിന്റെ അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ള ആശാവർക്കർമാരാണ് ആദിലിനോട് പ്രേക്ഷകരോട് നമ്മളോടും സംസാരിച്ചത്. ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന സർക്കാർ കഷ്ടപ്പെടുന്നവരെ കാണുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതാണ് നമ്മൾ തുടരുന്നതും. കഴിഞ്ഞ 4 മാസമായി പെൻഷൻ നൽകാത്ത സർക്കാർ PSC അംഗങ്ങളുടെ ശമ്പളവും KV തോമസിന്റെ യാത്രാഭത്തയും വർദ്ധിപ്പിച്ചതിൽ കടുത്ത നിരാശയിലാണ് പാലക്കാട്ടെ പെൻഷൻകാർ. മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെ ഏതൊരു ആവശ്യത്തിനും പെൻഷൻ തുകയെ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. മാസങ്ങളായി വിധവാ പെൻഷൻ മുടങ്ങിയവരും പാലക്കാട് ജില്ലയിലുണ്ട്. അവരെ ഒന്ന് കേൾക്കൂ ആദ്യം. ഈ മാസം കൊണ്ട് 4 മാസം ബാക്കിയുണ്ട്. അപ്പോൾ ഭയങ്കര കഷ്ടത്തിൽ പോക്ക്, വരുമാനമൊന്നുമില്ല. ഞാൻ PSCക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ശമ്പളം കൂട്ടിയതും DA കൂട്ടി ഞാൻ അറിഞ്ഞു. അവർക്കെല്ലാം ശമ്പളം വാരി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും തരുന്നില്ലല്ലോ. അവർ തന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വരുമാനത്തിലാണ് ഇങ്ങനെ ഉരുണ്ട് പോണത്. മരുന്ന് തന്നെ 1,200 രൂപ ഒരു മാസം മരുന്നിന് തന്നെ വേണം. നമ്മൾ ഇനി എന്താ വേണം, അത് മുടങ്ങാതെ കിട്ടിയാൽ മതിയെന്നേ പറയാനുള്ളൂ. കാര്യമായിട്ടുള്ള വരുമാനമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി വീടുകളിൽ കൊടുത്തിട്ടാണ്. 2 മക്കളുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണ്. അതിപ്പോൾ പെൻഡിങ് ആയതാണ് കഷ്ടമായത്. ഇടയ്ക്ക് ഒരു 8 മാസത്തേക്ക് ഉണ്ടായിരുന്നു, കിട്ടിയില്ല. ഇപ്പോൾ ഒരു 3 മാസത്തേക്ക് പെൻഡിങ് ഇപ്പോഴും ഉണ്ട്. എന്നെമാരുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വല്ലതും കിട്ടി. ഇപ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നുമില്ല. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, നമ്മൾ കേട്ട ഈ മനുഷ്യരുടെയൊക്കെ ജീവിത മാർഗമാണ് ഈ പറയുന്ന പെൻഷനൊക്കെ. പക്ഷേ അത് മുടങ്ങിക്കിടക്കുമ്പോൾ ഇവർ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. അതും ഈ നിലവിൽ ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലേ? രോഷിനി, അതായത് പാലക്കാട് ജില്ലയിലെ രാമനാഥപുരം നഗറിൽ ഒരൊറ്റ ലൈനിൽ കയറിയപ്പോഴാണ് എനിക്ക് ഈ 4-ലധികം ഈ പെൻഷൻ മുടങ്ങിയ ആളുകളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ ഈ കൃഷ്ണനും മണിയും ചന്ദ്രൻ നായരുമെല്ലാം മാസങ്ങളായി പെൻഷൻ കിട്ടിയിട്ട് എന്നാണ് ഇന്ന് റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. 4 മാസത്തിലധികമായി ഈ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നാണ് ഈ 3 പേരും പറയുന്നത്. ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മയാണെങ്കിൽ അവരൊരു വിധവയാണ്. അവർ ഈ 4 മാസത്തിലധികമായി അവർക്കും ഈ പെൻഷൻ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ചെറിയ രീതിയിലുള്ള മറ്റ് വരുമാന മാർഗങ്ങളിലൂടെയാണ് അവരെല്ലാം ജീവിച്ചു പോകുന്നത്. ബിന്ദു എല്ലാം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി സമീപത്തെ വീടുകളിലേക്ക് കൊടുത്ത് അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ രൂപകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പെൻഷനായിരുന്നു. പക്ഷേ പെൻഷൻ മുടങ്ങിയതോടുകൂടി ജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്നാണ് ഈ 4 ആളുകളും നമ്മളോട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരാളെയും ആശ്രയിക്കാതെ തന്നെ മരുന്നിലും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചെലവുകളും ഈ പെൻഷനിലൂടെ നടന്നു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പെൻഷൻ 4 മാസമായി മുടങ്ങിയിരിക്കുന്നു. പല ആളുകളിൽ നിന്നും കടം
വാങ്ങിയാണ് നിലവിൽ മരുന്നും അതുപോലെ തന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതെന്നാണ് ഈ 4 പേരും ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് സർക്കാർ തങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ പെൻഷൻ നൽകാനുള്ള തീരുമാനം സ്വീകരിക്കണം. അത്തരത്തിൽ ഒരു രൂപ പോലും കുടിശ്ശിക വെക്കാതെ ഇതെല്ലാം സർക്കാർ തീർക്കണമെന്നാണ് ഇപ്പോൾ ഈ രാമനാഥപുരത്തെ മണിയും അതുപോലെ തന്നെ കൃഷ്ണനും ഈ ചന്ദ്രൻ നായരും ബിന്ദുവും എല്ലാം ഇന്ന് റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. PSC മെമ്പർമാർക്കും അതുപോലെ തന്നെ KV തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇത്തരത്തിൽ വാരിക്കോരി തുക നൽകുമ്പോൾ തങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ പ്രവർത്തിക്കണം എന്നുൾപ്പെടെ അവർ പറഞ്ഞു വെക്കുകയാണ്. രോഷ്നി, തീർച്ചയായും ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർ കൂടി പ്രതികരിക്കുകയുണ്ടായി. ആ ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മറുഭാഗത്ത് ഇത്തരത്തിൽ യാത്രാബത്ത കൊടുക്കാനുള്ള ശുപാർശയും ശമ്പളം കൂട്ടി നൽകലുമൊക്കെ നടക്കുമ്പോൾ ഇപ്പുറത്ത് കണ്ണീരിലായ മനുഷ്യരെ കുറിച്ച് ജനങ്ങൾ തന്നെ പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. വളരെ നല്ല രീതിയിൽ കാണുന്നില്ല, ഇങ്ങനെ കാണാൻ. ഇപ്പം ഞാൻ എന്താ പറയുക, ഞമ്മ ഒന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, തീരുമാനം വരുന്നല്ലേ. അതെ, ഞമ്മക്കൊന്നും പൈസ ഒന്നും ആയില്ല. പെൻഷൻ്റെ കാര്യം ഞാൻ വന്നൊന്നും അത് ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഇപ്പോൾ ഒരു 3 മാസമെല്ലാം പെൻഡിങ് ഉണ്ടല്ലോ. ഇപ്പോൾ ആളുകൾക്ക് എനിക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ KSRTC നോക്കുമ്പോൾ പെൻഷനില്ല. അത് എല്ലാ സമരം ഇനി ഞങ്ങളൊന്നും ബാക്കിയുള്ളൂ കച്ചവടക്കാരൊന്നും സമരമാക്കാൻ. ബാക്കി എല്ലാവരും സമരം എന്നുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ നല്ല ഭരണമായിരുന്നു. 5 വർഷം പൊതുവെ പെൻഷനിലെ ബുദ്ധിമുട്ടുണ്ട്. ഒരു വീട് കെട്ടണമെങ്കിൽ പെർമിഷൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ഓരോരോ സമയം കിട്ടുന്നില്ല, ഓരോരോ സമയം കിട്ടും. കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ചിലതെല്ലാം പെൻഡിങ് ഉണ്ട്, എങ്കിലും എല്ലാം ശരിയായിക്കോളും. സർക്കാർ ചില കാര്യങ്ങൾ നേരെ പോകുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചിലത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. ക്ഷേമ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ വിമർശനത്തിനാണ് വരുന്നത്. വർക്കർമാർക്ക് ശമ്പളം ഇല്ല, മറ്റു ചിലർക്ക് വാരിക്കൊരു ശമ്പളം. അതായത് ഈ സർക്കാരിൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു കാഴ്ചപ്പാട്, ബന്ധു നിയമനം വഴി വരുന്നവർക്ക് വാരിക്കോരി ശമ്പളം നൽകുകയും പണം കൊടുക്കുകയും ചെയ്യുന്നതും ഈ സർക്കാരിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആശാവർക്കർമാരെ പോലെയുള്ളവർക്ക് പണിയെടുത്ത പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഇതേപോലുള്ള നിലപാടാണ് ഈ പിണറായി സർക്കാർ കൊണ്ട് നടക്കുന്നത്. 3 രൂപയുടെ വർധനവ് നമ്മുടെ ആശാവർക്കർമാർ കൊടുക്കണം. അവർ ദൈനംദിനമായി ആരോഗ്യപരമായിട്ടും വൈദ്യരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് ആശാവർക്കർമാർ. വേണ്ടത്ര ശമ്പളം കിട്ടുന്നില്ല. അതുമായി ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്ന എല്ലാ മേഖലയിലും ഉന്നത ജോലികളിൽ ഇരിക്കുന്നവർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട അടിമകളെ പോലെ അവർ വഴിയാധാരമാക്കുന്ന രീതിയിൽ താൽക്കാലിക ജോലി കൊടുത്ത് സ്ഥിരപ്പെടുത്താതെ അവരെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. വീട് തോറും കയറി നടക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം. കാരണം അവർ എല്ലാ വീട്ടിലുള്ള വയസ്സായവരെയും അങ്ങനെയുള്ളവരെയൊക്കെ അവരുടെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണം. അതാണ് ജനങ്ങളുടെ പ്രതികരണം. ഈ ആനുകൂല്യങ്ങൾ കിട്ടാത്ത വിഭാഗങ്ങൾ ഇനിയുമുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് 16 മാസം പിന്നിടുന്നു. കുടിശ്ശികയായി ഓരോരുത്തർക്കും 25,600 രൂപയാണ് ലഭിക്കേണ്ടത്. അംഗങ്ങളിൽ ഭൂരിഭാഗവും നിത്യരോഗികളാണ്. 2023 ഏപ്രിൽ മുതൽ മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുണ്ട്. പെൻഷൻ ലഭിക്കാതെ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ തൊഴിലാളികൾ. സുനിഷ അയ്യലൂർ ചേരുന്നുണ്ട്. സുനിഷ, ഈ തൊഴിലാളികളും അനുഭവിക്കുന്ന ദുരിതം എങ്ങനെയാണ്? എന്താണ് ഇവരുടെ സ്ഥിതി? റോഷ്നി, ഇത് തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഈ പറയുന്നത് പോലെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായുള്ളവർക്കും പെൻഷൻ ലഭിച്ചിട്ട് 16 മാസം പിന്നിടുന്നു എന്നതാണ്. ഒരു വർഷത്തിലധികം കാലമായി ഈ പണം കിട്ടിയിട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇക്ബാൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നേരത്തെ പെൻഷൻ, ഒരു മാസത്തെ പെൻഷൻ തുക കൊണ്ട് ജീവിക്കുന്ന, മരുന്ന് വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ തന്നെയും ഇത്തരത്തിൽ 16 മാസമായി പെൻഷൻ തുക കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് എത്രത്തോളമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. പ്രധാനമായും ഈ ബോർഡിൽ ഈ 22 ലക്ഷത്തോളം അംഗങ്ങളാണുള്ളത്. അതിൽ 3.24 ലക്ഷത്തോളം അംഗങ്ങൾക്കും പെൻഷൻ തുക കിട്ടിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള കണക്ക് നോക്കിയാൽ കുടിശ്ശികയായി മാത്രം ഒരാൾക്ക് 25,600 രൂപയിലധികം നൽകാനുണ്ട് എന്നതാണ്. ഇതൊന്നും ലഭിക്കുന്നില്ല. ഈ പറയുന്നത് പോലെ നിരവധി ആളുകൾ നമ്മളോട് പറയുന്നത് നിത്യരോഗികളായ ആളുകളാണ്. അവർക്കൊന്ന് ഒരു മരുന്ന് വാങ്ങാൻ പോലും പണം കിട്ടുന്നില്ല, തുക ലഭിക്കുന്നില്ല എന്നതാണ്. ഈ പറയുന്ന നേരത്തെ തന്നെ ബോർഡ് അംഗങ്ങളിൽ നിന്ന് പ്രതിമാസം 50 രൂപയാണ് അംശാദായമായി വാങ്ങിക്കൊണ്ടിരുന്നത്. ഇനി നിലവിൽ മറ്റ് ആനുകൂല്യങ്ങൾ 2023 ഏപ്രിൽ മുതൽ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഇതേ രീതിയിൽ അവർ, അതായത് ബോർഡ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 830 കോടിയാണ് നിലവിൽ ഇപ്പോൾ നൽകാനുള്ളത്. 62 കോടിയോളം രൂപ പെൻഷന്റെ ഭാഗമായി തന്നെ ബോർഡിന് നൽകാനുണ്ട് എന്നതാണ്. പക്ഷെ അത് പ്രധാനമായും ബോർഡ് ഈ പണം പിരിക്കുന്നത് എന്ന് പറയുന്നത്
സെസ് പിരിവുമായി, അതായത് ബിൽഡിംഗ് സെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ സെസ് മുടങ്ങിയതാണ് നിലവിൽ ഇപ്പോൾ ഈ തുക നൽകാനുള്ള ബുദ്ധിമുട്ട് എന്നതാണ് ആളുകൾക്ക്. മറ്റ് വിഭാഗങ്ങളുടെ കൂടി ദുരിതം അതിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. സുനിഷ, സമയപരിധി മൂലം ഇടപെടുകയാണ്. സംസ്ഥാനത്ത് BPL വിഭാഗത്തിൽപ്പെടുന്ന വൃക്ക രോഗികൾക്കുള്ള സമാശ്വാസ പദ്ധതി നിലച്ചിട്ട് വർഷങ്ങളായിട്ടും സർക്കാർ ഇടപെടുന്നില്ലെന്ന് അവർക്കും പരാതിയുണ്ട്. പ്രതിമാസം 1100 രൂപയാണ് രോഗികൾക്ക് നൽകിയിരുന്നത്. ധനസഹായ വിതരണം മുടങ്ങിയതോടെ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതും താൽക്കാലികമായി നിർത്തി. അവരൊന്ന് പറയുന്നത് കേൾക്കും. ഈ സമാശ്വാസ പദ്ധതി എന്ന് പറയുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമാണ്. അത് ഒരു ഇടക്കാലത്ത് ഇതിൻ്റെ മുന്നേ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. 4 വർഷത്തെയും 5 വർഷത്തെയും ഗഡു കൊടുക്കാനുള്ള ഒരുപാട് ആളുകൾ ഇപ്പം നിലവിലുണ്ട്. 1200 രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്, ആരോഗ്യവകുപ്പ് തരേണ്ടത്. അപ്പോൾ ഇവർ പറയുമ്പം ഫണ്ടില്ലാത്തൊരു അപര്യാപ്തമാണ്. ഇപ്പം 2018 കൊടുത്ത ആളുകൾ ഇവിടെ കോഴിക്കോട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറഞ്ഞില്ല. അന്നൊക്കെ ഒരുപാട് ആളുകൾ കൊടുത്തിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളെ സംഘടന ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല ഇപ്പോഴത്തെ അവസ്ഥ. പല രോഗികൾ ഇതുകൊണ്ട് ഇഞ്ചക്ഷനും അതുപോലെ ഇതുകൊണ്ട് മരുന്നുകളും വാങ്ങുന്ന രോഗികളാണ് ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഉള്ളത്. ഇതിന്റെ യാഥാർത്ഥ്യം അറിയാൻ നമുക്ക് സിനോജിനോട് ചോദിക്കാം. സിനോജ്, വൃക്കരോഗികളാണ്, അതിൽ മിക്കവാർക്കും ചികിത്സിക്കാനുള്ള പണം കയ്യിലുണ്ടാവില്ല. അപ്പോൾ അവർക്കാണ് സമാശ്വാസം വേണ്ടത്. പക്ഷെ ആ തുക അവരുടെ കയ്യിൽ എത്തുന്നില്ല. അവരും ദുരിതത്തിൽ. റോഷനി, അതായത് 2013 ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷനായിരുന്നു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. പേര് പോലെ തന്നെ സമാശ്വാസമായിരുന്നു രോഗികൾക്ക് ഈ പദ്ധതി വഴി. കാരണം വലിയ തുക രോഗികൾക്ക് മരുന്നിന് വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടി വരുന്നു. അതിനൊരു ആശ്വാസമായിട്ടാണ് 1100 രൂപ മാസം നൽകിയിരുന്നത്. അത് 2018 വരെ ഏകദേശം 5 വർഷക്കാലത്തോളം മുടങ്ങാതെ ലഭിച്ചു. പക്ഷേ 2018 മുതൽ പദ്ധതി താളം തെറ്റുന്നു. കോവിഡ് കാലത്തോടുകൂടി പൂർണ്ണമായും താളം തെറ്റിയെന്ന് പറയാം. പുതിയ അപേക്ഷകളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. 9000-ഓളം രോഗികളാണ്, അതായത് BPL വിഭാഗത്തിൽപ്പെടുന്ന മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്കാണ് ഈ പണം നൽകിക്കൊണ്ടിരുന്നത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഈ കോവിഡ് കാലത്തിന് ശേഷം ഏറെക്കുറെ പൂർണ്ണമായും പദ്ധതി നിലച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഓണക്കാലത്തോ അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ തന്നെ ചെറിയൊരു തുക നൽകുന്നതൊഴിച്ചാൽ ഈ പദ്ധതി പൂർണ്ണമായും നിർത്തിയെന്നാണ് രോഗികൾ പറയുന്നത്. അതോടൊപ്പം പുതിയ രോഗികൾക്ക് അപേക്ഷ നൽകാൻ കഴിയുന്നില്ല. അപേക്ഷ കൊടുത്തവർ തന്നെ 2018 മുതൽ അപേക്ഷ നൽകിയവർ തന്നെ ഈ പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയാതെ ദുരിതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വീണ്ടും പുനരാരംഭിക്കണമെന്നാണ് രോഗികൾ പറയുന്നത്. കാരണം അവർക്ക് വലിയ രീതിയിൽ ജോലിക്ക് പോകാൻ കഴിയില്ല. ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് മരുന്ന് വാങ്ങുന്നത്, വീട്ടു ചെലവുകളൊക്കെ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ 1100 രൂപ എന്ന് പറയുന്നത് തീർത്തും പദ്ധതി പറയുന്ന പോലെ തന്നെ സമാശ്വാസമായിരുന്നു രോഗികൾക്ക്. ആ പദ്ധതി എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് ഡയാലിസിസ് രോഗികൾ പറയുന്നത്. റോഷ്നി, ശരി. സിനോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന ദുരിതം വിവരിക്കുകയായിരുന്നു സിനോജും. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കുന്നതിനെ പ്രശ്നവൽക്കരിക്കുകയല്ല, പക്ഷേ അടിസ്ഥാന വർഗത്തിന്, ദുരിതത്തിലായ തൊഴിലാളികൾക്ക്, സമരം ചെയ്യുന്ന മനുഷ്യർക്കൊക്കെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സർക്കാർ, ഭരണകൂടം കൂടെ നിൽക്കണമെന്നുള്ളതാണ്. അവർക്കും ഈ പൈസയുടെ ഒക്കെ ആവശ്യമുണ്ട്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ കൂടി പരിഗണനയിലെടുത്ത് ഭരണകൂടം മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം. ഇന്നത്തെ ന്യൂസ് ബസ് ഇവിടെ പൂർണ്ണമാകുന്നു.